ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി CPM പ്ലേറ്റ് മാറ്റി ചവിട്ടാണ്. മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. എല്ലാത്തിനെയും മുസ്ലിം ന്യൂനപക്ഷത്തെ ക്രൂശിക്കുന്ന ഒരു സമീപനം. ന്യൂനപക്ഷ പ്രീണനമില്ല. ഇനി ന്യൂനപക്ഷങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് വർഗീയ പ്രീണനം നടത്താനാണ് ഞങ്ങളുടെ ലൈനെന്ന് ഇവിടെ വ്യക്തമാകുകയാണ്. അല്ലാങ്ങെ ഈ അസമയത്ത് ഒരു സംഗതി ഇല്ലാത്തൊരു കാര്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു പ്രസ്താവന പറയേണ്ട കാര്യം എന്താ? മലപ്പുറത്തെ ജനങ്ങളെ മോശമാക്കിയിട്ട് പറയാ. ഇത് അവിടുന്ന് സ്ഥിരമാണല്ലോ. ഇപ്പോ മുഖ്യമന്ത്രി പറയണത് കള്ളക്കടത്ത് എന്നാ. ഇതിനു മുമ്പ് വേറൊരാള് പറഞ്ഞു കോപ്പി അടിച്ചിട്ടാണ് അവിടുത്തെ കുട്ടികൾ പാസ്സാകണത്, അല്ലേ? വേറൊരാൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. മലപ്പുറത്തിന്റെ ഉള്ളകം വർഗീയമാണ്. ഒരു തെരഞ്ഞെടുപ്പില് ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചപ്പോ പറഞ്ഞു ഉള്ളടക്കം വർഗീയമാണ്. മലപ്പുറത്തെ ജനതയെ ആക്ഷേപിക്കുന്നത് തരാതരം പോലെ നിങ്ങൾ നടത്താറുണ്ട്. ഇപ്പൊ നിങ്ങൾ ആ പ്ലേറ്റ് മാറ്റി. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഭൂരിപക്ഷ പ്രീണനമാണ് നിങ്ങളുടെ നയമെന്ന് ഇതുവഴി മനസ്സിലാകാണ് സാർ. നിങ്ങളുടെ ഭരണത്തിൽ RSSന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം മഞ്ചേശ്വരത്തെ കോഴക്കേസിൽ സുരേന്ദ്രൻ കുറ്റവിമുക്തനായി. മഞ്ചേശ്വരത്തെ കേസിൽ സർ ഇവിടെ വളരെ കൃത്യമായിട്ട് കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട്. എന്താ ജഡ്ജ്മെന്റിൽ പറയുന്നത്? ആ ജഡ്ജ്മെന്റിൽ പറയുന്നത് ദിസ് കോർട്ട് ഡസ് നോട്ട് ഹാവ് ദ ജൂറിസ്ഡിക്ഷൻ ടു ടേക്ക് കോഗ്നൈസൻസ് ഓഫ് electoral offense punishable under section 171 clause E of IPC after the expiry of the period of limitation. ആരാ പീരിയഡ് എക്സ്പയർ ആക്കിയത്? ഈ കുറ്റപത്രം കൊടുക്കേണ്ടത് 1 കൊല്ലത്തിന്റെ ഉള്ളിലാണ്. 17 മാസം കഴിഞ്ഞിട്ടാണ് പിണറായിയുടെ സർക്കാരിന്റെ പോലീസ് കുറ്റപത്രം കൊടുത്തത്. സുരേന്ദ്രൻ ഊരിപ്പോരാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഇതിൽ കൃത്യമായിട്ട് പറയുന്നു, ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ഇൻ ദ പ്രസന്റ് കേസ് നോ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ ഫൈൽഡ് ബൈ ദ പ്രോസിക്യൂഷൻ ടു കണ്ടോൺ ദ ഡിലേ. ഇവിടെ ഡിലേ ഉണ്ടായി. ആ ഡിലേ കണ്ടോൺ ചെയ്യാൻ ഒരു അപേക്ഷ പോലും കൊടുക്കാൻ പിണറായിയുടെ പോലീസ് മറന്നുപോയി എന്നുള്ളതാണ്. എന്തിനാ ഇവിടെ മറന്നുപോയി എന്നുള്ളതാണ്? ഇതാരെ സഹായിക്കാനാണ്? ഇവിടെ നിങ്ങൾ തമ്മിലുള്ള അന്തർധാര വളരെ ക്ലിയർ ആണ്. കൊടകര കുഴൽപ്പണ കേസ് അന്വേഷണം അട്ടിപ്പറിച്ചില്ലേ? കൊടകര കുഴൽപ്പണ കേസ് ആവിയായി പോയി, അല്ലേ? അങ്ങനെ എത്ര സംഭവങ്ങൾ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സാർ. അതുപോലെ ഇപ്പോ ഇതൊക്കെ പറയുമ്പോൾ ഇന്നിപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദേഹാശ്വാസ്യവും മറ്റൊക്കെ നിങ്ങൾ പറഞ്ഞു. പക്ഷെ ഇന്നിങ്ങനെ ഇത് 2 ദിവസം വന്നു എന്നുള്ളത് ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം. മുതിർന്ന ഒരാളാണ്. എനിക്ക് ആരോഗ്യപരമായ കാരണങ്ങൾ വെച്ച് പരാമർശിക്കാൻ പാടില്ല. സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അസുഖം വരാം. ഇത്തരം പരാമർശങ്ങളൊന്നും ഒരു ശരിയായ രീതിയല്ല. അങ്ങനെ പോലത്തെ ഒരാൾക്ക് യോജിച്ചതല്ല. അവിടെ ഇരിക്ക്. ചെയർ തന്നെ പറഞ്ഞു. അതിന്റെ മുകളിൽ നിങ്ങൾ പറയണ്ട. ചെയർ തന്നെ പറഞ്ഞല്ലോ. നിങ്ങൾ അവിടെ ഇരിക്കുക. ഭരണപക്ഷ ചെയർ തന്നെ പറഞ്ഞല്ലോ. ഞാൻ അദ്ദേഹത്തെ കളിയാക്കിയതല്ല. ചെയർ തന്നെ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ഒരു ദിവസം ഇത്രയും വലിയ വിമർശനങ്ങൾ പറയേണ്ടി വന്നല്ലോ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോഴേക്ക് നിങ്ങൾ അതിന്റെ പകുതിയിൽ കയറി പിടിക്കരുത്. ഇന്ന് എല്ലാവർക്കും അസുഖം വരും. എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒരാളുടെ അസുഖത്തെ നമ്മൾ കളിയാക്കൂല. പക്ഷെ ഇന്നത്തെ ദിവസം ഇത് വന്നുപോയി എന്നുള്ളത് ഒരു കോയിൻസിഡൻസ് ആയല്ലോ. ഇന്നത് പറയേണ്ടി വന്നല്ലോ എന്നുള്ളിടത്താണ് ഞാൻ പറഞ്ഞത്. ഇരിക്കവിടെ എന്നുള്ളിടത്താണ് ഞാൻ പറഞ്ഞത്. അപ്പോ അജിത് കുമാറിനെ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും സംരക്ഷിക്കുകയാണ്. ഇതാ അജിത് കുമാറിനെതിരെ നടപടിയുടെ ഉത്തരവാണിത്. ഇതിൽ സാധാരണ ഒരു പോലീസ് ഓഫീസർക്കെതിരെ നടപടിയാണെങ്കിൽ അതിൽ ആ റിപ്പോർട്ടിനെ കുറിച്ചും നടപടിയിലേക്ക് നയിച്ച സാഹചര്യവും വിശദീകരിക്കും. ഒന്നുമില്ല, വളരെ ബ്ലാങ്കായിട്ട്. ഇത് നടപടിയാണോ എന്ന് പോലും സംശയമാണ്. ഇതിൽ ഒരു നടപടിയുമില്ല. ഇവിടെ എന്താ പറയുന്നത്? MR അജിത് കുമാർ IPS അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ലോ ആൻഡ് ഓർഡർ ഈസ് ട്രാൻസ്ഫേർഡ് ആൻഡ് പോസ്റ്റഡ് ആസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ. ഒരു പ്രൊമോഷനാണ് കൊടുത്തത്. അപ്പോ ഇതൊരു നടപടി പോലുമല്ല. ഇത്ര വ്യക്തമായ സംഗതികൾ ഉണ്ടായിട്ടും
ഇത്ര വ്യക്തമായ സംഗതികൾ ഉണ്ടായിട്ടും ഈ ADGP-ക്കെതിരെ നടപടിയെടുക്കാതിരിക്കുന്നു. അതോടൊപ്പം തന്നെ DGP-യുടെ കൃത്യമായ കണ്ടെത്തലുകളുണ്ട് എല്ലാ കാര്യത്തിലും. ഈ അന്വേഷണത്തിന് നിങ്ങൾ 3 ആളെ വെച്ചില്ലേ? 3 ആളെ അന്വേഷണത്തിന് വെച്ചല്ലോ, സമ്മർദ്ദങ്ങളുടെ ബഹളങ്ങളുടെ ഒക്കെ ഫലമായിട്ട്. എന്നിട്ട് ആ 3 ആളുടെ DGP-യുടെ റിപ്പോർട്ട് ADGP-ക്കെതിരെ കൃത്യമായിട്ടുണ്ട്. ആ റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കണം. ധൈര്യമുണ്ടെങ്കിൽ ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ ആ റിപ്പോർട്ട് ഈ സഭയുടെ മേശപ്പുറത്ത് വെക്കണമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ കൃത്യമായി ADGP-ക്കെതിരെ പരാമർശമുണ്ട്. എന്നിട്ട് നടപടിയല്ല, അദ്ദേഹത്തിന് വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഈ അന്വേഷണം നിങ്ങൾ പ്രഹസനമാക്കുകയാണ്. ഇവിടെ RSS-നെ ഉപയോഗിച്ച് പോലീസ് ഈ സംസ്ഥാനത്തെ സാമുദായിക